നമസ്കാരം, ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണമയം. ഉഗ്രം വീരം മഹാവിഷ്ണു ജ്വലന്തം സർവതോന്മുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യുമൃത്യും നമാമ്യഹം. ഇന്ന് നരസിംഹ ജയന്തിയാണ്. തൻ്റെ ഭക്തനായിട്ടുള്ള പ്രഹ്ലാദനെ രക്ഷിക്കാനായിട്ട് ഭഗവാൻ നരസിംഹമായിട്ട് അവതരിച്ച ദിവസമാണ് ഈ വൈശാഖ മാസത്തിലെ ചതുർദശി. പോരാത്തതിന് ഇന്ന് വ്യാഴാഴ്ചയും കൂടിയാണ്. അപ്പോൾ വളരെ വളരെ വിശേഷപ്പെട്ട ഒരു ദിവസമാണ് കേട്ടോ. നരസിംഹം എന്ന് കേൾക്കുമ്പോൾ തന്നെ പേടിയാണ് എല്ലാവർക്കും ഉണ്ടാകുക. ആ ഒരു സ്വരൂപം തന്നെ ഒന്ന് വർണ്ണിച്ച് കേട്ടാൽ അല്ലെങ്കിൽ ഒന്ന് പറഞ്ഞു കേട്ടാൽ കണ്ടാലും നമുക്ക് അതിഭയാനകം എന്ന് തന്നെയാണ് തോന്നുക. പക്ഷെ ഇത്രയേറെ അനുഗ്രഹ ശക്തിയുള്ള ഒരാളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ്. അത്രത്തോളം തൻ്റെ ഭക്തന് വേണ്ടിയിട്ട് അവരുടെ എന്താഗ്രഹങ്ങളും നിറവേറ്റാനായിട്ട് അവരെ എല്ലാ ആപത്തുകളിൽ നിന്നും സംരക്ഷിക്കാനായിട്ടാണ് നരസിംഹസ്വാമി ചെയ്യുന്നത്. അത്രയേറെ ഇഷ്ടമാണ് തൻ്റെ ഭക്തരെ എന്ന് പറയും. അപ്പം നരസിംഹത്തെ ആരാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാര്യത്തിന് നമ്മൾ പുറപ്പെടുകയാണെങ്കിൽ കൂടിയിട്ട് അതിന് യാതൊരുവിധ തടസ്സങ്ങളോ മുടക്കങ്ങളോ ഒന്നും കൂടാതെ ആ കാര്യം ചെയ്തു വരാനായിട്ട് സാധിക്കുന്നതാണ് പറയുക. പിന്നെ ഒരു തരത്തിലുള്ള ശത്രുദോഷങ്ങളും നമ്മളെ ബാധിക്കില്ല. അത് നമുക്ക് ശത്രുക്കൾ ഉണ്ടാകില്ല, അവരെ എല്ലാം മിത്രങ്ങളാക്കി മാറ്റും. അപ്പോൾ ഒന്നിനെയും നമുക്ക് പേടിക്കേണ്ടതായിട്ടില്ല. അകാരണമായിട്ടുള്ള ഭയം ഉണ്ടാകുകയാണെങ്കിൽ അതൊക്കെ ഇല്ലാതാക്കും. അതേപോലെ തന്നെ നമുക്ക് എന്ത് ആവശ്യങ്ങളുണ്ടോ അതെല്ലാം നിറവേറ്റി തരും ചെയ്യും. അപ്പം അത്രയേറെ ശക്തിയുള്ള അത്രയേറെ സ്നേഹമുള്ള നരസിംഹമാണ്. അപ്പം ആ നരസിംഹത്തിൻ്റെ പിറന്നാളാണ്, നരസിംഹ ജയന്തിയാണ്. അപ്പം ഇന്നേ ദിവസം നമുക്ക് നരസിംഹത്തെ എപ്രകാരമാണ് ആരാധിക്കേണ്ടത് അതിനെക്കുറിച്ചാണ് പറയുന്നത് കേട്ടോ. ഈ ചതുർദശി ദിനത്തിലെ ഒരു ഉച്ചയ്ക്ക് 2 മണിക്കാണ് നരസിംഹം അവതരിച്ചതെന്ന് ആചാര്യന്മാരെ ഗുരുനാഥയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. 2 മണിക്ക് അവതാരം എടുത്തിട്ട് പിന്നെ സന്ധ്യാസമയത്താണ് ഹിരണ്യകശിപുവിനെ വധിക്കണത്. കാരണം സന്ധ്യയ്ക്ക് വധിക്കണം എന്നാണല്ലോ വരമൊക്കെ ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുവരെയൊക്കെ ഗംഭീര യുദ്ധമൊക്കെയാണ് നടത്തുക. അപ്പോൾ ഇന്ന് സന്ധ്യാസമയത്ത് നമുക്ക് നരസിംഹത്തെ നന്നായിട്ട് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ആരാധിക്കാം. അത് എപ്രകാരമാണ് ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ തന്നെ യാതൊരുവിധ ശത്രുദോഷങ്ങളും നമ്മളെ ബാധിക്കില്ല. അകാരണമായിട്ടുള്ള ഭയം നമുക്കുണ്ടാകില്ല. എന്ത് കാര്യവും തടസ്സങ്ങൾ കൂടാതെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് സന്ധ്യാസമയത്ത് എല്ലാവരും ഈ പറയുന്ന പ്രകാരം ചെയ്തോളൂ. അപ്പോൾ അതിലേക്ക് മുൻപായിട്ട് നമുക്ക് അത് പറയുന്നതിന് മുൻപായിട്ട് ഗുരുവായൂരപ്പൻ്റെ ഇന്നലത്തെ അലങ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഭഗവാൻ ഇന്നലെ കുറച്ച് മുതിർന്ന ഒരു കുട്ടിയുടെ ഭാവത്തിലായിട്ടായിരുന്നു ചാർത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഒരു വലിയ കസവുണ്ടൊക്കെ ചുറ്റിയിട്ടുണ്ട്, അരയിൽ പിന്നെയും ഒരു പട്ടൊക്കെ ചുറ്റിയിട്ടുണ്ട്. എൻ്റെ കയ്യിൽ താമരയും പിടിച്ചിട്ടുണ്ട്, ഓടക്കുഴലും പിടിച്ചിട്ടുണ്ട്. ഇത് രണ്ടും ഭഗവാന് പ്രിയപ്പെട്ടതാണ്. വെണ്ണ പോലെ തന്നെയാണ് ഭഗവാന്റെ ഓടക്കുഴൽ പോലെ തന്നെയാണ് ഭഗവാന് താമരയും. പക്ഷെ ഒരിക്കൽ ഭഗവാനെ ഒന്ന് സ്മരിച്ചു കഴിഞ്ഞാൽ, ഭഗവാനെ ഒന്ന് ഉപാസിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ഭഗവാന്റേതായി. ആ ഒരു പാസ്റ്റിലേക്ക് അവർ പോകുകയും ചെയ്യില്ല. ആ ചെയ്യുന്ന ആ നാമം ജപിച്ചതിൻ്റെ പുണ്യം അല്ലെങ്കിൽ ഭഗവാനെ തൊഴുന്നതിൻ്റെ പുണ്യം, ഭഗവാനെ സ്മരിക്കുന്നതിൻ്റെ പോലും പുണ്യം ഭഗവാൻ നൽകുന്നതാണ് പറയുക. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഭഗവാനിലേക്ക് അടുക്കാനായിട്ട് തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇനി അത് ആവർത്തിക്കാതിരിക്കുക. ഒരിക്കൽ ഭഗവാനെ നമ്മൾ അറിയണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരിക്കൽ ഭഗവാനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തെറ്റുകളൊന്നും ആവർത്തിക്കാതെ ഭഗവാനോട് കൂടെ തന്നെ പോകുക. ഭഗവാന്റെ കയ്യിലുള്ള ഭഗവാന്റെ പ്രിയപ്പെട്ട താമരയായിട്ട് മാറാനും കൂടെ നമ്മളെല്ലാവരും ഇന്ന് ആഗ്രഹിക്കുക, അതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും ഭഗവാൻ നമ്മളെല്ലാവരെയും ചേർത്ത് നിർത്തും കേട്ടോ. ഭഗവാന്റെ പ്രിയപ്പെട്ടവരാക്കി മാറ്റും, കൂടെ തന്നെ നിർത്തും. അപ്പോൾ അങ്ങനെ ഒരു അലങ്കാരം തന്നെയായിരുന്നു. എല്ലാവരും ഭഗവാന് പ്രിയപ്പെട്ടവർ തന്നെയാണ്. ഭഗവാൻ ഒരാളും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല കേട്ടോ. നല്ലവനെന്നോ ചീത്തവനെന്നോ അല്ലെങ്കിൽ വലിയവനെന്നോ ചെറിയവനെന്നോ അങ്ങനെയുള്ള ഒരു വ്യത്യാസവും ഇല്ല. എല്ലാവരെയും ഒരേപോലെ ഭഗവാനിലേക്ക് ചേർത്ത് പിടിക്കുകയാണ് ചെയ്യുക. അപ്പം അതിനുള്ള ഭാഗ്യമൊക്കെ നമുക്ക് ഉണ്ടാകണം എന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. ആ ഒരു അനുഗ്രഹം ഗുരുവായൂരപ്പൻ എല്ലാവർക്കും നൽകട്ടെ. ഭഗവാന്റെ വെണ്ണയും ഓടക്കുഴലും കയ്യിൽ പിടിച്ചു നിൽക്കുന്ന ആ ഒരു രൂപത്തെ നന്നായിട്ട് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഭഗവാന്റെ പാദങ്ങളിൽ എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ. ഗുരുവായൂരപ്പ ശരണം എന്നൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ. അപ്പോൾ നമുക്കിനി ഇന്ന് എപ്രകാരമാണ് നരസിംഹത്തെ ആരാധിക്കേണ്ടതെന്ന് പറയാം കേട്ടോ. ഇപ്പോൾ നരസിംഹത്തിന് ഏറ്റവും വിശേഷപ്പെട്ടത് ചെമ്പരത്തിപ്പൂവൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ടൊക്കെ മാല കെട്ടിയിട്ട് സമർപ്പിക്കുന്നത് വളരെ നല്ലതാണെന്ന് പറയാറുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലെ പൂജാമുറിയിലാണെങ്കിൽ ക്ഷേത്രത്തിൽ പോകാൻ പറ്റുന്നവർക്ക് അവിടേക്ക് കൊണ്ടു കൊടുക്കാം കേട്ടോ. പൂജാമുറിയിലും ചാർത്താം. പിന്നെ ഇഷ്ടപ്പെട്ട നേദ്യം പാനകമൊക്കെ ഉണ്ടാക്കിയിട്ട് നേദിക്കുക. ശർക്കരയാണ് പ്രധാനം. ശർക്കര കൊണ്ടാണ് ഇതും ഉണ്ടാക്കുന്നത്. ഉണ്ടാക്കാൻ അറിയുന്നവരുണ്ടായിരിക്കും, അറിയാത്തവർക്ക് കൂടെ ഒന്ന് പറഞ്ഞു തരാം കേട്ടോ. വളരെ ലളിതമായിട്ട് ഉണ്ടാക്കാം. പാനകം എന്ന് പറയുന്നത് കുറച്ച് വെള്ളം അടുപ്പത്ത് വെക്കുക, അതിലേക്ക് പാകത്തിനുള്ള ശർക്കര ഇടാം. ശർക്കര ഇങ്ങനെ ഉരുകിയിട്ട് ഒരു ദ്രാവക രൂപത്തിലാകുമല്ലോ. ആ സമയത്ത് കുറച്ച്
ഈ ചുക്കും അതേപോലെ തന്നെ ജീരകവും കൂടെ പൊടിച്ചിട്ട് പൊടിയായിട്ടിടുക. ചിലർ ഏലക്കാപ്പൊടിയൊക്കെ ഇടും കേട്ടോ, അത് അങ്ങനെ നിർബന്ധമൊന്നും പറയാറില്ല. എന്നിട്ട് ഇത് കുറുകി വരുന്ന സമയത്ത് മാറ്റി വയ്ക്കുക. ശരി, ഇതാണ് പാനകം എന്ന് പറയണത്. അത് ഭഗവാന് കൊണ്ടുപോയിട്ട് നേദിക്കുക, എന്നിട്ട് അത് പ്രസാദമായിട്ട് എല്ലാവരും കഴിക്കുക. അപ്പോൾ കഴിക്കുന്ന സമയത്ത് ആ ഒരു നേദ്യത്തിന് സ്വാദ് കൂടുതലുണ്ടെങ്കിൽ ഭഗവാൻ അത് സ്വീകരിച്ചു എന്നാണ് അർത്ഥം. അപ്പം അങ്ങനെയും കൂടെ ഒന്ന് ശ്രദ്ധിക്കൂട്ടോ, ഭഗവാൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഭഗവാൻ അത് നേദിക്കുക. അപ്പോൾ പാനകമാണ് വളരെ പ്രധാനപ്പെട്ടത്. ശർക്കരയാണ് പ്രധാനം. പാനകമൊക്കെ ഉണ്ടാക്കിയിട്ട് നേദിക്കുക കേട്ടോ. അതാണ് ഇന്നത്തെ ദിവസം നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യം. പിന്നെ ഒന്നെന്ന് പറയണത്, ഭഗവാന്റെ ഫോട്ടോ, ഇപ്പോൾ നരസിംഹത്തിന്റെ ആ ഒരു ഉഗ്രരൂപത്തിലുള്ള ഫോട്ടോയൊന്നും പലരും അങ്ങനെ വെച്ച് കാണാറില്ല. വെച്ചത് കൊണ്ട് വിരോധമൊന്നുമില്ല കേട്ടോ. നരസിംഹം ലക്ഷ്മി സമേതനായിട്ട്, ലക്ഷ്മി നരസിംഹം എന്ന് പറഞ്ഞിട്ടുള്ള ഫോട്ടോ ഒക്കെ ലഭിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ അഭയവരദാന മുദ്രയൊക്കെ ആയിട്ടുള്ള ശാന്ത സ്വരൂപത്തിലുള്ള നരസിംഹത്തിന്റെ ഫോട്ടോയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഇനിയിപ്പോൾ ആ ഫോട്ടോ ഇല്ല, നമ്മൾ ഗുരുവായൂരപ്പന്റെ ഫോട്ടോയാണ്, ചതുർബാഹുവാണ്, അല്ലെങ്കിൽ ഒടക്കുള്ളിൽ ഊതുന്ന കണ്ണനാണോ, ഒരു കുഴപ്പമില്ല കേട്ടോ. എല്ലാം ഒന്ന് തന്നെയാണ്. നരസിംഹത്തിന്റെ ആ ഒരു ഭാവം ഉണ്ടല്ലോ, അത് നന്നായി മനസ്സിൽ കണ്ടിട്ട് പ്രാർത്ഥിക്കാം. നരസിംഹത്തിന്റെ ഒരു മന്ത്രമൊക്കെ ഉണ്ട്, ഞാൻ തുടക്കത്തിൽ ചൊല്ലിയിട്ടുണ്ടായിരുന്നില്ലേ, ഉഗ്രം വീരം മഹാവിഷ്ണു ജ്വലന്തം സർവതോന്മുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യുമൃത്യും നമാമ്യഹം. അതൊക്കെ നന്നായിട്ട് ചൊല്ലുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഒരു തോൽവിയും ഉണ്ടാകില്ല. ഒരിടത്തും തോൽക്കാനായിട്ട് ഭഗവാൻ അനുവദിക്കില്ല എന്നാണ് പറയുക. നമുക്ക് എവിടെയെങ്കിലും വീഴാനായിട്ട്, ഇടറി വീഴാനായിട്ട് ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ഒരു പടിയായിട്ട് പോയി നിൽക്കുന്നുണ്ടായിരിക്കും. പ്രഹ്ലാദിനെ എങ്ങനെയൊക്കെയാണോ ഭഗവാൻ സംരക്ഷിച്ചത്, സ്നേഹിച്ചത്, അതേപോലെ തന്നെ നമ്മുടെയും രക്ഷയ്ക്കായിട്ട് ഭഗവാൻ ഉണ്ടാകുന്നതാണ് പറയാം. എല്ലാ ദിവസവും നരസിംഹത്തെ സ്തുതിക്കാനായിട്ട് സാധിച്ചു എന്ന് വെച്ചാൽ വളരെ നല്ലതാണ് കേട്ടോ. ഇന്ന് അത്രയും വിശേഷപ്പെട്ട ദിവസം ആയതുകൊണ്ട്, ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന ഒരു ദിവസം ആയതുകൊണ്ട് പ്രത്യേകം ഇന്നത്തെ ദിവസം ഇങ്ങനെ ചെയ്തോളൂ. ഒരു തരത്തിലുള്ള ശത്രുദോഷങ്ങളും നമ്മളെ ബാധിക്കില്ല, ഒരു തരത്തിലുള്ള ഭയവും നമ്മളെ പിടികൂടില്ല. അപ്പൊ ഇന്ന് നരസിംഹ ജയന്തി ആയതുകൊണ്ട് തന്നെ നരസിംഹ അവതാരത്തിന്റെ കഥ നമുക്കൊന്നും കൂടെ ഒന്ന് സ്മരിക്കാം എന്ന് കരുതുകയാണ് കേട്ടോ. ആ ഒരു അനുഗ്രഹം കൂടെ നമുക്ക് ലഭിച്ചോട്ടെ. ശരിക്കും നരസിംഹമായിട്ട് ഭഗവാൻ അവതരിക്കുന്നതിന് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? പ്രഹ്ലാദനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അതായത് തൻ്റെ സ്വന്തം പിതാവിൻ്റെ അടുത്തു നിന്നാണ് രക്ഷിക്കാനായിട്ട് ഭഗവാൻ എത്തുന്നത്. അതായത് ഹിരണ്യാക്ഷനും ഹിരണ്യകശിപും, അവരുടെ പൂർവ്വജന്മ കഥകളൊന്നും ഞാൻ കൂടുതലായിട്ട് പറയണില്ല കേട്ടോ, എല്ലാവർക്കും അറിയുന്ന കഥകളാണ്. ദിതി കശ്യപന്മാരുടെ പുത്രന്മാരായിട്ടാണ്, രാക്ഷസന്മാരായിട്ടാണ് ജനിക്കണത് ഈ രണ്ടുപേരും, ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും കൂടെ ജനിക്കണത്. ഇവർ രണ്ടുപേരും ഭഗവാന്റെ കാവൽക്കാരായിരുന്നു, വൈകുണ്ഠത്തിലുള്ള കാവൽക്കാരായിരുന്നു. അവിടെ സനകാദികൾ ഭഗവാനെ കാണാൻ വന്ന സമയത്ത് ഭഗവാന്റെ ആ ഒരു പരബ്രഹ്മത്തെയാണ് ഇവരെ ആരാധിക്കുന്നത് സനകാദികൾ. അപ്പോൾ ആ പരബ്രഹ്മത്തിനെ വിവാഹമൊക്കെ കഴിഞ്ഞു ജീവിക്കാനായിട്ട്, വീടൊക്കെ കെട്ടി ജീവിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ എന്തെങ്കിലും ഗുണത്തിന് മാറ്റം വന്നിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് സനകാദികൾ എത്തിയത്. പക്ഷെ അവരെ കടത്തിവിടാതായപ്പോൾ അവരെ സജ്ജന നിന്ദ ചെയ്തു. അതായത് ഈ ജയവിജയന്മാര് സജ്ജന നിന്ദ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ശപിക്കുകയാണ് ചെയ്തത്. നിങ്ങൾ 3 ജന്മം അസുരന്മാരായിട്ട് ജനിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോഴേക്കും ഭഗവാൻ ഓടി വന്നു, സനകാദികളുടെ അടുത്ത് ക്ഷമാപണം പോലെയൊക്കെ പറഞ്ഞു. അതായത് തൻ്റെ കാവൽക്കാര്, തൻ്റെ പരിശുദ്ധന്മാരാണ്, അവർ തെറ്റ് ചെയ്തതിന് താനാണ് ഉത്തരവാദി എന്നൊക്കെ പറഞ്ഞിട്ട് അവരടുത്ത് സംസാരിച്ചപ്പോൾ സനകാദികൾക്ക് മനസ്സിലായി ഈ ഒരു ഭഗവാൻ ഈ പരബ്രഹ്മത്തിന് ഗുണത്തിലെ യാതൊരുവിധ കുറവും വന്നിട്ടില്ല എന്ന് പറഞ്ഞു. ഭഗവാൻ എന്തായാലും ഇപ്പോൾ ശാപമൊക്കെ കഴിഞ്ഞുല്ലോ, അപ്പോൾ ശാപത്തിന് മോക്ഷം കൂടെ ഭഗവാൻ ആ ഒരു സമയത്ത് വാഗ്ദാനം ചെയ്യണം. നിങ്ങൾക്ക് 3 ജന്മം അസുരന്മാരായിട്ട് ജനിക്കാം എന്നുള്ള ശാപമാണ് ലഭിച്ചതെങ്കിൽ 4 ജന്മം എടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് മോക്ഷം നൽകാനായിട്ട് വരും, നിങ്ങൾ തിരികെ ഇവിടേക്ക് തന്നെ കൊണ്ടുവന്നു തരുമെന്ന് ഭഗവാൻ പറയാണ്. അപ്പോൾ തന്നെ സനകാദികൾ ഭഗവാനെ അവിടെ അങ്ങോട്ട് നമസ്കരിക്കുന്നുണ്ട്. അപ്പോൾ ഭഗവാന്റെ പാദങ്ങളിൽ നിന്ന് തുളസിയുടെയും താമരയുടെയൊക്കെ സുഗന്ധം അനുഭവിച്ചപ്പോൾ അവർ ആ ഒരു അനുഭൂതിയുടെ ആ ഒരു പരമോന്നതിയിൽ എത്തി. അപ്പോൾ സാധാരണ പരബ്രഹ്മത്തെയൊക്കെ ധ്യാനിക്കുമ്പോൾ ഇങ്ങനെയുള്ള സുഗന്ധം ലഭിക്കുമല്ലോ, അപ്പോൾ ഈ സ്വരൂപം തന്നെയാണ് നല്ലത് എന്നും പറഞ്ഞുകൊണ്ട് ഭഗവാനെ അവർ സ്തുതിച്ചു, അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെയാണ് ജയവിജയന്മാര് ദിതി കശ്യപന്മാർക്ക് പുത്രന്മാരായിട്ട് ജനിക്കണത്. ജനിച്ച സമയത്ത് തന്നെ ഇവർക്ക് അത്രയും വലിയ സ്വരൂപമൊക്കെയാണെന്നാണ് പറയുന്നത്. കാരണം 100 വർഷക്കാലം ആ ഗർഭത്തിൽ തന്നെ സൂക്ഷിച്ചു ദിതി. പ്രസവിച്ചാലല്ലേ അസുരന്മാരാകുള്ളൂ. എന്നിട്ട് പിന്നെ എല്ലാവരുടെയും നിർബന്ധത്തിന് വഴങ്ങിയിട്ട് ചൂടൊന്നും സഹിക്കാൻ വയ്യാതായപ്പോഴാണ് 2 കുട്ടികൾക്ക് ജന്മം നൽകുന്നത്. ഒന്ന് ഹിരണ്യാക്ഷൻ, ഒന്ന് ഹിരണ്യകശിപു. ഹിരണ്യാക്ഷന്റെ വധത്തെക്കുറിച്ചൊക്കെ ഞാൻ മുൻപ് പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. ഭഗവാൻ വരാഹാവതാരം എടുത്തിട്ടാണ് ഹിരണ്യാക്ഷനെ വധിച്ചത്. ഹിരണ്യകശിപു വിചാരിച്ചു തപസ്സൊന്നും ചെയ്യാത്തത് കൊണ്ടാണ് ഹിരണ്യാക്ഷൻ അങ്ങനെ ഒരു മരണം സംഭവിച്ചത്, അതുകൊണ്ട് താൻ തപസ് ചെയ്യാനായിട്ട് പോകുകയാണെന്ന് പറഞ്ഞിട്ട് ബ്രഹ്മാവിൻ്റെ അടുത്ത് തപസ് ചെയ്യാനായിട്ട് പോകുകയാണ്, വരമൊക്കെ വാങ്ങുകയാണ്. അതേ സമയത്ത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ കയാതു ഗർഭിണിയാകുന്നത്. പക്ഷെ അച്ഛൻ തന്നെ ഇങ്ങനെ ഒരു വിധത്തിലായി പോയി. അപ്പോൾ ഇനി ഒരു കുഞ്ഞു കൂടെ ജനിച്ചു കഴിഞ്ഞാൽ ഏതാവും എന്നൊന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ആ കുഞ്ഞിനെ നശിപ്പിക്കാനായിട്ട് ദേവന്മാരെല്ലാവരും ശ്രമിക്കുകയാണ്. അപ്പോഴേക്കും നാരദ മഹർഷി ഇടപെട്ടിട്ട്
ആ കുഞ്ഞിനെ, അതായത് കയ്യാതുവിനെ, ഗർഭിണിയായിട്ടുള്ള കയ്യാതുവിനെ തൻ്റെ ആശ്രമത്തിലേക്ക്, ബദരി ആശ്രമത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ കൊണ്ടുപോയിട്ട് ഭഗവാന്റെ കഥകളാണ് അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നത്. കയ്യാതു പക്ഷെ ഇതൊന്നും കേട്ടില്ല കേട്ടോ, ഉറങ്ങിപ്പോയി. കേട്ടത് മുഴുവൻ കുഞ്ഞു പ്രഹ്ലാദനായിരുന്നു, വയറിനകത്ത് കിടന്നിട്ട്. അങ്ങനെ കുഞ്ഞിനെ ജന്മം നൽകുകയാണ്. അതേസമയം തന്നെ ആരാണ്, ഹിരണ്യകശിപു ബ്രഹ്മാവിനെ തപസ് ചെയ്തിട്ട് വരമൊക്കെ വാങ്ങുകയാണ്. മരിക്കാതിരിക്കാനുള്ള വരാണ് വാങ്ങണത്. പക്ഷെ ബ്രഹ്മാവ് പറയുന്നുണ്ട്, ഞാൻ തന്നെ ആയുസ്സിന്റെ ബലം കൊണ്ടാണ് ജീവിച്ചു പോണത്, അതുകൊണ്ട് മരിക്കാതിരിക്കാനുള്ള വരമൊന്നും തരാൻ പറ്റില്ല, വേറെ എന്തെങ്കിലും വരം ചോദിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആ മരിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഇല്ലാതാക്കുന്ന കുറേ വരങ്ങൾ ഒരുമിച്ച് ചോദിക്കുകയാണ്. അതായത് എന്നെ മനുഷ്യനോ മൃഗമോ കൊല്ലാനായിട്ട് പാടില്ല, രാത്രിയോ പകലോ കൊല്ലാനായിട്ട് പാടില്ല, ഭൂമിയോ ആകാശത്തിലോ കൊല്ലാനായിട്ട് പാടില്ല, അങ്ങനെ നിരവധി ആയുധങ്ങൾ കൊണ്ട് കൊല്ലാനായിട്ട് പാടില്ല. അങ്ങനെയുള്ള ഒരുപാട് വരങ്ങൾ ഒരുമിച്ച് ചോദിക്കണം. മരിക്കില്ല എന്നാണ് ഹിരണ്യകശിപു വിചാരിച്ചത്. അങ്ങനെ വരമൊക്കെ വാങ്ങി മരണമില്ല എന്ന് മനസ്സിലായപ്പോൾ ദേവലോകമെല്ലാം ആക്രമിച്ച് കീഴടക്കി അവിടെയൊക്കെ ഗംഭീര ഭരണം അങ്ങോട്ട് തുടങ്ങുകയാണ്. ഗംഭീര ഭരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് നടക്കണം എന്ന് പറഞ്ഞു അതപ്പം നടക്കണം. അതായത് പാലിൻ്റെ പുഴ ഒഴുകണം എന്ന് പറയുകയാണെങ്കിൽ അതപ്പോൾ ഒഴുകണം, തേനിൻ്റെ പുഴ ഒഴുകണം എന്ന് പറയുകയാണെങ്കിൽ അതപ്പോൾ ഒഴുകണം. കള്ളന്മാർ കൊള്ളക്കാർ ആരും തന്നെ അവിടെ എല്ലാവർക്കും പേടിയാണ്. തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അപ്പം തന്നെയാണ് ശിക്ഷ. അതായത് പറച്ചിലൊന്നുമില്ല. ഒറ്റ കാര്യം ശ്രദ്ധിക്കണ്ടോ, ഭഗവാനെ കുറിച്ച് പറയാൻ പാടില്ല, ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലാനായിട്ട് പാടില്ല, ഹോമം യാഗം ഒന്നും നടത്താനായിട്ട് പാടില്ല. ഓം ഹിരണ്യായ നമ എന്ന് പറയുന്നവർക്ക് സുഖാണ്, അല്ലാത്തവർക്ക് ഭഗവാനെ കുറിച്ച് പറയുന്നവർക്ക് ദുരിതമാണ് സംഭവിക്കുക. അങ്ങനെ കയ്യാതു പ്രസവിച്ചു. ആൺകുഞ്ഞാണ് പ്രഹ്ലാദൻ, പേരും നൽകി. അപ്പോൾ ഈ കുഞ്ഞിന് ഒരു 3-4 വയസ്സായപ്പോൾ വിദ്യ അഭ്യസിക്കാനായിട്ട് കൊണ്ടുചെന്നാക്കൂലോ. അങ്ങനെ വിദ്യ അഭ്യസിക്കാനായിട്ട് പോകുന്നത് ഈ അസുരന്മാരുടെ ഗുരുവായിട്ടുള്ള ശുക്രാചാര്യരുടെ അടുത്താണ്. അദ്ദേഹത്തിൻ്റെ പുത്രന്മാരായിട്ടുള്ള ശിഷ്യന്മാരായിട്ടുള്ള ചണ്ടാമർക്കന്മാർ, അവരാണ് ഗുരുനാഥർ. അവരെ അവിടെ കൊണ്ട് ചെന്നാക്കി. അങ്ങനെ അവിടെ ആക്കിയിട്ട് പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ വെക്കേഷൻ പോലെയൊക്കെ തിരിച്ചു വരുമല്ലോ. തിരിച്ചു വരുന്ന സമയത്ത് ഈ കുഞ്ഞു പ്രഹ്ലാദനെ മടിയിലിരുത്തിയിട്ട് ഹിരണ്യകശിപു ചോദിക്കുകയൊക്കെ ചെയ്യും, എന്തൊക്കെയാണ് ഉണ്ണി പഠിച്ചതെന്നൊക്കെ ചോദിക്കും. അപ്പോൾ പ്രഹ്ലാദൻ പറഞ്ഞു കൊടുക്കും, അച്ഛൻ ഇങ്ങനെയൊക്കെ ഇവിടെ ജീവിക്കാതെ കാട്ടിലൊക്കെ പോയിട്ട് ഭഗവാനെ തപസ് ചെയ്തുകൂടെ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ കേട്ടപ്പോൾ ഹിരണ്യകശിപു ഒന്ന് ഞെട്ടുകയൊക്കെ ചെയ്തു കേട്ടോ. എന്നാലും ചെറിയ കുട്ടിയല്ലേ, എന്തോ മണ്ടത്തരം പറഞ്ഞതാണെന്ന് തള്ളിക്കളഞ്ഞു. പക്ഷേ പ്രഹ്ലാദൻ പറഞ്ഞത് മണ്ടത്തരമൊന്നും ആയിരുന്നില്ല. ചെറുപ്പത്തിൽ തന്നെ വയറിനകത്ത് കിടക്കുമ്പോൾ തന്നെ ഭഗവാന്റെ കാര്യങ്ങളാണ് കേൾക്കുന്നത്. സദാ ഹരേ നാരായണ എന്ന് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന, ജപിച്ചുകൊണ്ടിരിക്കുന്ന പ്രഹ്ലാദനാണ്. അങ്ങനെ പിന്നെയും പഠിക്കാനൊക്കെ ആയിട്ട് പോകും. അതേപോലെ തിരിച്ചു വരുന്ന സമയത്ത് ഈ കയ്യാതു ആണെങ്കിലും കുഞ്ഞിനെ നല്ല ഭംഗിയായിട്ടാണ് അണിയിച്ചൊരുക്കുക. യശോദാമ്മ എങ്ങനെയാണോ ഭഗവാനെ അണിയിച്ചൊരുക്കുന്നത്, അങ്ങനെയുള്ള ഉടയാടകൾ ആഭരണങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അതിലേക്കുള്ള പീലി ഉണ്ടാവില്ല, പീലിയും കൂടെ വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഭഗവാനായി. അപ്പോൾ ഈ പ്രഹ്ലാദൻ ഓടി വരുമ്പോൾ ഇങ്ങനെ വാരിപ്പുണരുമ്പോഴൊക്കെ ഭഗവാനെ എടുക്കുന്നത് പോലെയാണ് തോന്നുക. അതായത് ഭഗവാന്റെ നാമങ്ങൾ സദാ ജപിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രഹ്ലാദൻ. അപ്പോൾ ഭഗവാൻ എടുക്കുന്ന ആ ഒരു അനുഭൂതിയാണ്, ആ ഒരു സന്തോഷമാണ് കയ്യാതുവിനാണെങ്കിലും ഹിരണ്യകശിപുവിനാണെങ്കിലും ലഭിക്കുന്നത്. അങ്ങനെ പിന്നെയും വന്നപ്പോൾ ഹിരണ്യകശിപു ഭഗവാനെ മടിയിലിരുത്തി. എന്നിട്ട് ചോദിച്ചു, ഇനി എന്താ ഉണ്ണി പഠിച്ചത് എന്ന്. കുറേ പഠിച്ചതിലുള്ള നല്ല നല്ല കാര്യങ്ങളൊക്കെയാണല്ലോ പറഞ്ഞു കൊടുക്കുക. അങ്ങനെ പ്രഹ്ലാദൻ തുടങ്ങുകയാണ്. അന്നെന്തോ മണ്ടത്തരം പറഞ്ഞു, ഇനിയാണ് ശരിക്കുള്ളത് എന്നുള്ള രീതിയിൽ പറഞ്ഞു കൊടുക്കുക. അതായത് ഭഗവാനെ എങ്ങനെയാണ് സ്തുതിക്കേണ്ടത്, അതായത് ശ്രവണം കീർത്തനം എന്നങ്ങോട്ട് പറഞ്ഞിട്ട് അങ്ങോട്ട് തുടങ്ങി. അപ്പോൾ ആദ്യം വിചാരിച്ചു ഹിരണ്യകശിപുവിനെ പറ്റിയിട്ടാണ്, സ്വന്തം മകൻ, അതായത് തന്നെ പറ്റിയിട്ടാണ് പറയണതെന്ന് വിചാരിച്ചു. പക്ഷെ പിന്നെയാണ് വിഷ്ണു എന്ന് പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. എന്താ പ്രഹ്ലാദൻ പറഞ്ഞേ? ശ്രവണം കീർത്തനം വിഷ്ണു, സ്മരണം പാദസേവനം, അർച്ചനം വന്ദനം ദാസ്യം, സഖ്യമാത്മനിവേദനം. താണ്ട പറഞ്ഞതോട് കൂടിയിട്ട് ദേഷ്യം അങ്ങട വന്നു ഹിരണ്യകശിപുവിനെ. എടുത്തങ്ങട എറിഞ്ഞു കുഞ്ഞിനെ. ഹിരണ്യകശിപു വിചാരിച്ചത് കുട്ടി ഇപ്പം ഛിന്ന ഭിന്നമായിട്ട് പോയിട്ടുണ്ടാകുന്നു. പക്ഷെ താഴത്തേക്ക് നോക്കിയപ്പോൾ കുട്ടി അവിടെ ഇങ്ങനെ തുള്ളി കളിക്കണതാ കണ്ടത്. കാരണം കുഞ്ഞിനെ ഭഗവാൻ പിടിച്ചു. ഭഗവാൻ ഓടി നടക്കുകയാണ് പ്രഹ്ലാദന്റെ കൂടെ. എന്താ ഇപ്പോൾ സംഭവിക്കാന്നറിയില്ല, എപ്പോഴും സംരക്ഷിക്കാനായിട്ട്. അപ്പോൾ ഭഗവാനാണ് കുഞ്ഞിനെ പിടിക്കുന്നത്. ഭഗവാൻ കുഞ്ഞിനെ സന്തോഷിപ്പിക്കുകയാണ് ചെയ്യുന്നുണ്ടായിരുന്നത്. ഇതും കൂടി അവിടെ കണ്ടപ്പോൾ ദേഷ്യം വന്നു. എങ്ങനെയെങ്കിലും ഈ കുഞ്ഞിനെ ഇല്ലാതാക്കണം എന്നുള്ള ഒരു ചിന്തയാണ്. എന്നിട്ട് കുന്തം കൊണ്ട് കുത്താനൊക്കെ നോക്കി, അതിന് മുന്നേ ഒടിഞ്ഞു പോയി. അതേപോലെ തന്നെ മണ്ണിൽ കുഴിച്ചിടാനായിട്ട് നോക്കി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു കുഴപ്പമില്ലാതെ എണീറ്റ് വന്നു. അതേപോലെ തന്നെ ആനയെ കൊണ്ട് കുത്തിക്കൊല്ലാനായിട്ട് നോക്കി. ആന പേടിച്ചോടി വേണം എന്ന് പറയാനായിട്ട്. കാരണം ആന നോക്കുമ്പോൾ പ്രഹ്ലാദനെ അല്ല കാണുക, ഭഗവാനെയാണ് കാണുക, നരസിംഹത്തിനെയാണ് കാണുന്നത്. അങ്ങനെ പല വിധത്തിലൊക്കെ ശ്രമിച്ചു നോക്കി, ഒന്നും നടക്കില്ല എന്നായപ്പോൾ കയ്യാതുവിൻ്റെ അടുത്ത് പറഞ്ഞു, കാളകൂടെ വിഷം കൊടുത്തോളൂ എന്ന് പറഞ്ഞു. പക്ഷെ വിഷം കൊടുക്കാൻ നിൽക്കുമ്പോൾ അമ്മയ്ക്കൊരു സങ്കടമൊക്കെ വരുമല്ലോ. പക്ഷെ പ്രഹ്ലാദൻ എന്താ ചെയ്തേ? വേഗം അതും വാങ്ങി കുടിച്ചിട്ട് ഒന്നും സംഭവിച്ചില്ല എന്നുള്ള രീതിയിൽ അങ്ങടാ പോയി. ഇതും കൂടി അങ്ങോട്ട് കണ്ടപ്പോൾ ഹിരണ്യകശിപുവിന് തല കറങ്ങണ പോലെയാണ് തോന്നിയത് കേട്ടോ. കാരണം എങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടും
കുട്ടിയെ വധിക്കാനായിട്ട് സാധിക്കണില്ല. അവസാനം പറയും ഇനിയിപ്പോൾ പഠിക്കാനൊന്നും പോകണ്ട, ഇവിടെ തന്നെ മതി പഠിപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് കൊട്ടാരത്തിലെ ഒരു തൂണിൽ അങ്ങടെ കെട്ടിയിട്ടു. അപ്പോഴേക്കും ഗുരുനാഥരൊക്കെ ഇങ്ങോട്ട് വന്നു, ചണ്ടാമറക്കന്മാരൊക്കെ വന്നു. അവർ ചോദിച്ചു, ഞങ്ങളൊന്നും ഇല്ലല്ലോ, ഞങ്ങളൊന്നും ഇത് പഠിപ്പിച്ച് തന്നിട്ടില്ലല്ലോ, പിന്നെ ഇതൊക്കെ എവിടുന്നാ പഠിപ്പിച്ചേന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഇതൊക്കെ ഞാൻ നേരത്തെ പഠിച്ചിരിക്കണു എന്ന് പ്രഹ്ലാദനും പറഞ്ഞു. പിന്നെ കുട്ടികളൊക്കെ വന്നു കേട്ടോ. കുട്ടികൾ ഇത് കൂടെ പഠിക്കുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോ, അവരും ചോദിച്ചു, എന്തിനാ ഇങ്ങനെയൊക്കെ ഇപ്പൊ പറയണത്? ഇതൊക്കെ പറയാനൊക്കെ ഒരു അവസരമില്ലേ? ഈ വലുതായിട്ട് അച്ഛനെ പോലെ ആകുമ്പോൾ, രാജാവാകുന്ന സമയത്ത് ഇതൊക്കെ പറഞ്ഞു, ഇപ്പൊ ഇങ്ങനെ ഭഗവാനെ കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാലേ അച്ഛൻ ഇങ്ങനെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ പ്രഹ്ലാദൻ ചോദിക്കുന്നുണ്ട്, ഇത്രയൊക്കെ ചെയ്തിട്ടും എനിക്കൊന്നും സംഭവിച്ചില്ലല്ലോ, അതാണ് ഭഗവാൻ, നമ്മളെപ്പോഴും സംരക്ഷിക്കാനായിട്ട് ഭഗവാൻ ഉണ്ടാകും എന്നാണ് ആ കുട്ടികളുടെ അടുത്തും പ്രഹ്ലാദൻ പറഞ്ഞു കൊടുക്കുക. അപ്പൊ കുട്ടികൾ ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ പഠിച്ചത് ഇവിടെ തന്നെയല്ലേ, എന്നാലും ഞങ്ങളിതൊന്നും പഠിച്ചിട്ടില്ലല്ലോ, ഞങ്ങൾക്ക് ഇതൊന്നും അറിയില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ പ്രഹ്ലാദൻ പറഞ്ഞു കൊടുക്കുകയാണ്, ഭഗവാനെ സേവിക്കണം, ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ എന്ന് എപ്പോഴും ജപിക്കണം എന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പൊ കുട്ടികൾ ഇങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുക. ഗുരുക്കന്മാർ വന്ന് നോക്കിയപ്പോൾ ഒരാളുടെ നാമജപം നിർത്താനാണ് ബാക്കിയുള്ളവരിനൊക്കെ കൊണ്ടുവന്നേ. പക്ഷെ എല്ലാവരും കൂടിയിട്ട് നാമം ജപിക്കണത് അങ്ങടെ കണ്ടു. വേഗം ഹിരണ്യകശിപുവിൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു. അങ്ങനെ ഹിരണ്യകശിപു വന്നു, കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് പറഞ്ഞു, എന്താ നിനക്ക് ഇത്ര ധൈര്യം? അതായത് ഭഗവാനെ കുറിച്ച് പറയരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്, എന്നിട്ടും അത് പറയണമെങ്കിൽ എത്ര ധൈര്യം വേണം? നിന്റെ പുറകിൽ ആരാണുള്ളത്? ആരാണ് നിനക്ക് ബലം നൽകണത് എന്ന് പ്രഹ്ലാദന്റെ അടുത്ത് ചോദിച്ചു. പ്രഹ്ലാദൻ സൗമ്യനായിട്ട് പറഞ്ഞു, എൻ്റെ ബലവും അച്ഛൻ്റെ ബലവും ഭഗവാനാണ്, വൈകുണ്ഠനാഥനാണ്, വിഷ്ണുവാണ് എന്ന് പറഞ്ഞു. അപ്പൊ എവിടെ നിന്റെ ഭഗവാൻ അങ്ങോട്ട് ചോദിച്ചു. അപ്പൊ അവിടെ ഉണ്ടോ ഇവിടെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ പ്രഹ്ലാദൻ പറയാണ്, ഇവിടെയൊക്കെ ഉണ്ട് ഭഗവാൻ, എല്ലായിടത്തും ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുക. പക്ഷെ പ്രഹ്ലാദൻ നോക്കുമ്പോൾ എല്ലായിടത്തും ഭഗവാനെയാണ് കാണുന്നത്. ഹിരണ്യകശിപു നോക്കുമ്പോൾ ഭഗവാനെ മാത്രം എവിടെയും കാണുന്നില്ല. കാരണം അവസാനം ചോദിച്ചു, ഈ തൂണിലുണ്ടോ നിന്റെ ഭഗവാൻ ചോദിച്ചു. ആ തൂണിലുണ്ടല്ലോ എന്ന് പ്രഹ്ലാദൻ പറയാ. കാരണം ഭഗവാനെ ഓടി നടക്കുകയാണ്. എവിടെയാണ് ഹിരണ്യകശിപു ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടേക്ക് ഓടിച്ചെല്ലാൻ വേണ്ടിയിട്ട്, അവിടെ നിന്ന് ഇറങ്ങി വരാൻ വേണ്ടിയിട്ട്. അപ്പൊ പിന്നാലെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഇത് ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ, ഭഗവാൻ ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ തൂണിൽ നോക്കിയപ്പോൾ തൂണിൽ ഇതാ കയറിയിരിക്കുന്നു ഭഗവാൻ. ഇവിടെ ഉണ്ടല്ലോ, പ്രഹ്ലാദനെ കാണുന്നുണ്ട്, പക്ഷെ ഹിരണ്യകശിപുവിനെ കാണുന്നില്ല. എന്നാ നിന്റെ ഭഗവാൻ ഇപ്പോൾ നിന്നെ രക്ഷിക്കുമോ എന്നൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നിന്നെ കൊല്ലാൻ പോവാണെന്ന് പറഞ്ഞിട്ട് വാൾ ഊരിയെടുത്തു. അതിങ്ങനെ വാളിങ്ങനെ ഉയർത്തിയ ഉടനെ ആ മുഷ്ടി, ആ തൂണുണ്ടല്ലോ, അത് അടുത്തേക്ക് നിരങ്ങി വന്നിട്ട് ആ മുഷ്ടി ആ തൂണിൽ തട്ടി എന്നാണ് പറയണത്. എന്നിട്ട് അങ്ങനെ വധിക്കാനായിട്ട് ആഞ്ഞതും ആ സ്തംഭേ കട്ടയേതോ ഹിരണ്യകശിപു എന്ന് പറഞ്ഞു. അതായത് ആ സ്തംഭം ഇങ്ങനെ പിളർന്നുകൊണ്ടാണ് മൃഗവുമല്ല മനുഷ്യനുമല്ല ആ രൂപത്തിൽ ധാരാളം കൈകളോട് കൂടിയിട്ട് ആ ഉഗ്രരൂപത്തിൽ നരസിംഹം അങ്ങട് പ്രത്യക്ഷപ്പെടുന്നത്. എന്താ കണ്ടപ്പോൾ ഇതാണ് കുറേ കാലമായിട്ട് കാത്തിരിക്കുന്നു ഹിരണ്യകശിപു ഭഗവാനെ കാണാനായിട്ട്, ഇപ്പൊ തന്നെ ശരിയാക്കി തരാം എന്നുള്ള രീതിയിൽ അലറിക്കൊണ്ട് അങ്ങോട്ട് പോകുകയാണ്. അവിടുന്ന് അപ്പോഴേക്കും ഒരു അലർച്ച ഇങ്ങോട്ട് കേട്ടു. ആ അലർച്ചയിൽ ചെവി പൊടിഞ്ഞു പോയി എന്നാണ് പറയണത്. ചൂർണമായിട്ട്, കർണോ സമാചൂർണ എന്നാണ് പറയുന്നത്, പൊടിഞ്ഞുപോയി. അത്രയും ഗംഭീരമായിട്ടുള്ള അലർച്ചയായിരുന്നു. 2 മണിക്കാണ് അവതാരം ഉണ്ടായി എന്ന് പറയണത്. പിന്നെ ആ ഒരു ശാപപ്രകാരം വധിക്കേണ്ടത് സന്ധ്യാസമയത്തുമാണല്ലോ. അപ്പൊ അതുവരെ നടന്നത് ഗംഭീരമായിട്ടുള്ള യുദ്ധമാണ്. അങ്ങനെ സന്ധ്യാസമയമായതോട് കൂടിയിട്ട് പിടിച്ചങ്ങോട്ട് എടുത്തു. ഹിരണ്യകശിപുവിനെ ആ ഉമ്മറപ്പടിയിൽ അങ്ങോട്ട് ഇരുന്നിട്ട് മടിയിൽ അങ്ങോട്ട് കിടത്തിയിട്ട് മാറു പിളർന്നു. വജ്രം പോലെയുള്ള നഖങ്ങൾ കൊണ്ട് മാറു പിളർന്നു. സദാസമയം ഭഗവാനെ സ്മരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ഹൃദയം ഭഗവാൻ എടുത്തു. കുടലുകളെല്ലാം മാലകളായിട്ട് കഴുത്തിലണിഞ്ഞു. രക്തമൊക്കെ കുടിച്ചിട്ട് അതങ്ങോട്ട് വലിച്ചങ്ങോട്ട് എറിഞ്ഞു ആ ഒരു ജഡം. എന്നിട്ടാണ് നടന്നു പോയി സിംഹാസനം വലിച്ചിട്ട് അതിലണ്ട കയറിയിരുന്നു. അപ്പോഴാണ് സിംഹാസനം എന്നുള്ള ആ ഒരു പേര് അങ്ങോട്ട് അർത്ഥവത്തായത്. എന്നിട്ട് അങ്ങോട്ട് വിറച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ആ ഒരു ദേഷ്യം അങ്ങോട്ട് ശമിപ്പിക്കാനായിട്ട് സാധിക്കണില്ല. അത്രയേറെ ഇങ്ങനെ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന കണ്ണുകളും തീക്ഷ്ണമായിട്ടുള്ള നോട്ടും എല്ലാവർക്കും പേടിയാ വരുന്നത്. അവസാനം ബ്രഹ്മാവ് മഹാലക്ഷ്മിനെ വിളിക്കാനായിട്ട് പോയി, ഭർത്താവിനെ ഒന്ന് ശാന്തമാക്കാൻ വേണ്ടിയിട്ട്. മഹാലക്ഷ്മി ആകട്ടെ അത് പതുക്കെ മന്ദം ഇങ്ങനെ നടന്നു വരികയാണ്, ഇങ്ങനെ താമരപ്പൂവൊക്കെ പിടിച്ചിട്ട്. ഈ രൂപം കണ്ടാലല്ലേ പേടിയാവുക? രൂപം കണ്ട ഉടനെ പേടിച്ചൊറ്റോട്ടം. കാരണം ഇതെന്റെ ഭർത്താവല്ല എന്നാണ് പറയുന്നത്. അത്രയേറെ എല്ലാവർക്കും പേടിപ്പെടുത്തുന്ന രൂപത്തിലാണ് ഭഗവാൻ ഇരിക്കുന്നുണ്ടായിരുന്നത്, നരസിംഹമായിട്ട്. ആകാശത്ത് നിന്ന് പുഷ്പവൃഷ്ടിയൊക്കെ വരുന്നുണ്ടായിരുന്നു. പക്ഷെ ഈ പുഷ്പങ്ങളെല്ലാം ഈ കനലിൽ വെള്ളം വീഴുന്ന മാതിരിയായിരുന്നു. അത്രയേറെ ദേഷ്യം പിടിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോഴാണ് പ്രഹ്ലാദന് മാത്രം ഒരു പേടി ഉണ്ടായിരുന്നില്ല. കാരണം പ്രഹ്ലാദന് അറിയാം ഇത് ഭഗവാനാണെന്നുള്ളത് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. വേഗം വന്നു ഭഗവാൻ എന്ന് തൊട്ട് അങ്ങോട്ട് നമസ്കരിച്ചു. അതോട് കൂടിയിട്ട് ഭഗവാൻ നരസിംഹം അങ്ങോട്ട് ശാന്തനായി. വേഗം പ്രഹ്ലാദനെ മടിയിലിരുത്തിയിട്ട് നോക്കുകയാണ്, എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ പ്രഹ്ലാദൻ എന്നാണ് നോക്കണത്. കാരണം പ്രഹ്ലാദനെ സംരക്ഷിക്കാനാണ് താൻ അവതരിച്ചത്. എന്നിട്ട് ഈ കണ്ട യുദ്ധത്തിനിടയിൽ പ്രഹ്ലാദൻ എന്തെങ്കിലും സംഭവിച്ചു പോയോ എന്നൊക്കെയാണ് നോക്കണത്. പ്രഹ്ലാദനാകട്ടെ പുഞ്ചിരിച്ചുകൊണ്ട് ഭഗവാനെ നോക്കുക, ഒരു പേടിയില്ല. കാരണം പ്രഹ്ലാദന് അറിയാം ആ വെഞ്ചാമര താടി ഒന്ന് മാറ്റിയ കാണാം സുന്ദര മുഖം, ആ താടിക്കുള്ളിലിരിക്കുന്നത് സാക്ഷാൽ ഭഗവാനാണ് എന്ന് പ്രഹ്ലാദനെ നന്നായിട്ട് അറിയാം. അങ്ങനെ പ്രഹ്ലാദൻ ഭഗവാനെ സ്തുതിക്കുന്നൊക്കെയുണ്ട്. ഭഗവാനും ശാന്തമായി കേട്ടോ.
എന്നിട്ട് പ്രഹ്ലാദൻ്റെ അടുത്ത് വരം ചോദിക്കുകയാണ്, എന്ത് വരമാണ് വേണ്ടതെന്ന് ചോദിക്കുക. പ്രഹ്ലാദൻ പറഞ്ഞു, ഒന്നും വേണ്ട, പ്രഹ്ലാദനൊന്നും വേണ്ട, ഭഗവാനെ മാത്രം മതി, ഭഗവാനെ മാത്രം സ്മരിച്ചാൽ മതി. പക്ഷേ എന്തെങ്കിലും ഒന്ന് നൽകണമല്ലോ. അങ്ങനെ നിർബന്ധിച്ചപ്പോൾ പ്രഹ്ലാദൻ പറയാണ്, എൻ്റെ പിതാവ് കാരണമാണല്ലോ ഇങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നും ഉണ്ടായത്, എൻ്റെ പിതാവിന് ഒരു കുഴപ്പവും വരരുത്. അങ്ങനെ ഭഗവാൻ അനുഗ്രഹിക്കുകയാണ്. 21 തലമുറകൾ മുൻപും പിൻപും ഞാൻ സംരക്ഷിച്ചു കൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ പ്രഹ്ലാദനെ അനുഗ്രഹിക്കുകയാണ്. അപ്പോൾ കഥ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. എല്ലാവർക്കും നരസിംഹത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. നാമജപവും കൂടെ പറയാട്ടോ. 2,28,053 നാമങ്ങളാണ് ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കാനായിട്ട് സാധിച്ചത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നാളത്തെ വീഡിയോയിൽ കാണാം. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ.